വിദ്യാഭ്യാസ പദവി നൽകിക്കൊണ്ട് പ്രശോഭിക്കുന്ന ആർപ്പുക്കര ഗ്രാമത്തിന്റെ ദൈവസനിക വിദ്യാഭ്യാസ രംഗത്തെ Let's begin this great event with a prayer song. I would like to call upon our school. സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സുനമോൾ CMC ആത്മോന്മുഖമായ വളർച്ചയ്ക്ക് പിന്നെ ഈ അധ്യയന വർഷകാലത്ത് നമ്മുടെ സെന്റ് ഫിലോമിനാസിനെ ഏറെ നൊമ്പരപ്പെടുത്തിയ വേർപാടുകളായിരുന്നു നമ്മുടെ 6ാം ക്ലാസ്സിലെ ക്രിസ്റ്റൽ സി ലാലിന്റെയും 10ാം ക്ലാസ്സിലെ അദീന അജീഷിന്റെയും. ആ കാലത്തിൽ നമ്മെ വിരിഞ്ഞുപോയ അരുമ കുഞ്ഞുങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയും സ്കോളർഷിപ്പ് വിതരണം നടത്തുകയും ചെയ്യുകയുണ്ടായി. CMC മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കൗൺസിലറായ സിസ്റ്ററുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവയെ പറ്റിയും ഇവരുടെ ക്ലബ് പ്രവർത്തനങ്ങളെ പറ്റിയും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒന്ന് ചോദിച്ചറിയാം. ഇപ്പൊ ഇവിടെ ഉച്ചഭക്ഷണ വിതരണ സമയമാണ്. എൻജിന്റെ കൂടുതലായി നമുക്ക് കേരളത്തിനോട് തന്നെ ചോദിക്കാം. ഈ സ്കൂളിലെ എൻജിന്റെ കേരളത്തിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എൻജിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരെ അടുത്തുനിന്ന് അറിയാം. ഈ സ്കൂളിൽ ശക്തമായ NCC യൂണിറ്റുകൾ വരുന്നു. നമ്മുടെ റിപ്പീറ്റ് ടീച്ചറാണ് നമ്മുടെ NCC കേരളത്തിന് നേതൃത്വം നൽകുന്നത്. തിങ്കൾ ബുധൻ ദിവസങ്ങളിലാണ് ഞങ്ങളുടെ NCC പ്രവർത്തിക്കുന്നത്. പിന്നെ സൈക്കിളിലെ NCC ബറ്റാലിയന്റെ കീഴിലുള്ള സാബുമാരാണ് നിങ്ങൾക്ക് വന്ന് പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും ഒക്കെ നടത്തുന്നത്. സ്കൂളിലെ NCCയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് NCCയിൽ തന്നെ അതിന്റെ അംഗങ്ങളാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവരോട് റെഡ് ക്രോസിന്റെ വിശദ വിവരങ്ങളുമായി നമുക്ക് അതിലൂടെ അവരുടെ ഭാവിയെ കരുപിടിപ്പിക്കുന്നതിനും വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് അതിന് തക്കതായ പരിശീലനം IAS എന്ന നിലയിൽ എത്തിക്കുന്നതിനായി ഈ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ദിശ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. ദിശ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളുമായി ലിജോ സാർ ചേരുന്നു. ലിജോ സാർ, എന്താണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഷോൾ ടീച്ചറാണ്. സ്കൂളിലെ ഭാര്യയുടെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളുടെ പങ്കാളിത്ത ഊർജ്ജമായി നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളിന്റെയും പ്രധാനപ്പെട്ട ആകർഷണമാണ് പ്രവർത്തിക്കുന്നത്. മോനി ടീച്ചറിന്റെ അനീഷ് സാറിന്റെ നേതൃത്വത്തിലാണ് IT ക്ലബുകൾ പ്രവർത്തിക്കുന്നത്. IT ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അനീഷ് സാറുമായി നമുക്ക് ചേരാം. കണക്കിലൊക്കെ കൂടുതൽ അറിവുകൾ വിവരങ്ങൾ പങ്കുവച്ചത് ലിജോ സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ടേമിലെങ്കിലും കോച്ചിങ് കൊടുക്കാൻ നമ്മുടെ ഇവിടെയുള്ള റിസോഴ്സുകൾ തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വിജയത്തിലേക്ക് എത്തിയെന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമായി കരുതുകയാണ്. നന്ദി സാർ. ഈ സ്കൂളിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് KCS. KCSന്റെ ചാർജ് വഹിക്കുന്നത് നീമ സിസ്റ്ററാണ്. എന്നാൽ നീമമ്മ ഇപ്പോൾ ഇവിടെയില്ല. ഇവിടുത്തെ അധ്യാപികയായ സൗമ്യ ടീച്ചറോട് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ടീച്ചർ പറയും. നന്ദി ടീച്ചർ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ സ്കൂളിലെ ചിത്രകല അവർക്ക് ശാസ്ത്രീയപരമായിട്ട് നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന ഏറ്റവും മികച്ച പരിശീലനം നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. അത് നമ്മുടെ അധ്യാപകരുടെ ഒരു പങ്കാളിത്തമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും തന്നെ വളരെ ടാലന്റുള്ള കുട്ടികളാണ്. ഏതൊരു കാര്യത്തിൽ പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ കുട്ടികൾ മുന്നോട്ട് വരികയും അതിശക്തമായ രീതിയിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഓവറോൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമയപരിധിയുള്ള ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു.
അദ്ദേഹം ഇപ്പോൾ ഈ കർമ്മ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വാർഷിക ആഘോഷത്തിലേക്ക് ബഹുമാന്യനായ മന്ത്രി ശ്രീ VN വാസവൻ അവരുടെ ഏറെ ഇത് കണ്ടോ, ചെറിയ ബസ് അല്ല, വളരെ നല്ല ബസ്സാണ്. 28 സീറ്റുള്ള ഒരു വലിയ ബസ് തന്നെയാണ്. സെന്റ് ഫിലോമിനസിന്റെ വലിയ നേട്ടത്തിലെ ഏറ്റവും മികച്ച ഒന്ന്. സ്കൂൾ ബസ് അനുവദിച്ച വാസവൻ സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന ഹെഡ് മിസ്റ്റർ റാണി ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഇവരാണ് ഇക്കൊല്ലം SSLC എക്സാം എഴുതാൻ തയ്യാറായിരിക്കുന്ന വിദ്യാർത്ഥികൾ. തങ്ങളുടെ സ്നേഹനിധിയായ ടീച്ചറമ്മയെ കുറിച്ച് മക്കളുടെ വാക്കുകളിലേക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ്. അമ്മ എന്ന് പറയുമ്പോൾ ആ വാക്കിന് ഒത്തിരി വലിയ അർത്ഥങ്ങളുണ്ട്. ഒരമ്മ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇന്ന് വലിയൊരു ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. റിട്ടയർമെന്റ് ഡേ. ഇത് സാധാരണ ഒരു ദിവസമല്ല. ഈ ദിവസത്തിൽ എത്തിച്ചേരണമെങ്കിൽ എൻ്റെ അമ്മ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അമ്മയ്ക്ക് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അച്ചീവ്മെന്റ്സ്. നല്ലൊരു ഗാർഡനർ കൂടിയാണ് എൻ്റെ അമ്മ. ചെടികളും പൂക്കളൊക്കെ ഒത്തിരി ഇഷ്ടം. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് എടുത്തു. അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ. അമ്മയെ കാണുമ്പോഴൊക്കെ കുട്ടികൾ ഇപ്പോഴും ഓടി വരും. വലിയ കുട്ടികളായി വലിയ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഒരു കുട്ടിയെ പോലെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരും, ടീച്ചറെ എന്ന് വിളിച്ചുകൊണ്ട്. ഒരു സ്റ്റേജിൽ ജീവിതത്തിൽ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജ് ഞങ്ങളെ ആ ദുഃഖമൊന്നും അറിയിക്കാതെ തിരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ അമ്മ. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ലൈഫില്. അതിനൊക്കെ ഓവർകം ചെയ്ത് എല്ലാം she talks, the way she talks to others, the way she behaves with others, family ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, എല്ലാം ഒരു ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ടുള്ള വ്യക്തിയാണ് അമ്മ. എന്നിരുന്നാലും റിട്ടയർമെന്റ് ഡേ ആചരിക്കുന്ന അമ്മയ്ക്ക് എൻ്റെ ഒത്തിരി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ വർക്ക് ആൻഡ് അമ്മയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നടന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. ഞങ്ങളെയൊക്കെ വളരെ നല്ല നിലയിൽ എത്തിച്ചു അമ്മ. അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ ബ്രദറും ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അമ്മയെ കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിലിയില് അമ്മ എങ്ങനെ ഇടപഴകുന്നു അത് ഒത്തിരി അമ്മയെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. ഐ വിഷ് യു ഓൾ വെരി ബെസ്റ്റ് ഡേ. അമ്മയ്ക്ക് ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. അമ്മയോടൊപ്പം ഞങ്ങളുണ്ട്. അമ്മ ഇനി ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട. ജീവിതകാലം മുഴുവൻ അമ്മ ഒറ്റയ്ക്ക് നടന്നാണ് ഇത്രയും എത്തിയത്. ഞങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു നിമിഷം അമ്മ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെയായിരുന്നു. അച്ഛൻ എന്നാൽ അമ്മ ഇവിടെ ഇല്ല എന്നുള്ള ഒരു ഫീല് ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ നോക്കി അച്ഛൻ ഒത്തിരി നന്ദിയുണ്ട്. ഇതുപോലൊരു പേരൻസിന്റെ മകളായി ജനിക്കാൻ സാധിച്ചതിൽ ഐ എം വെരി ഹാപ്പി. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ മകളായി ജനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അമ്മ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഒത്തിരി നന്മകൾ അമ്മ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് റിട്ടയർ ആകാൻ പോവുകയാണ് എൻ്റെ അമ്മ. ഭയങ്കര കുഞ്ഞുനാൾ മുതൽ എനിക്ക് അമ്മയോട് ഞാൻ വഴക്കിടുമായിരുന്നു. അമ്മയ്ക്ക് ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലല്ലോ, ഞങ്ങളൊരിടത്തും കൊണ്ടുപോകാറില്ലല്ലോ. എന്നാലും അതൊക്കെ കേട്ട് ഇല്ലാത്തൊരു ബാലൻസ് അമ്മ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു അച്ചീവ്മെന്റ്. അമ്മയുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയും കൊണ്ട് പറയാൻ ഒത്തിരി സമയമില്ല. And I'm very happy to be a part of your life. അമ്മയോടൊപ്പം ഇനി ഒരുപാട് കാലം ജീവിക്കാനും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയോടൊപ്പം ഞാനുമുണ്ട്. എൻ്റെ പേര് ദിവിൻ. ഞാൻ ടീച്ചറമ്മയുടെ മരുമകനാണ്. നമ്മുടെ ലൈഫിൽ എൻ്റെയും റച്ചലിൻ്റെയും ലൈഫിൽ
ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ടീച്ചറമ്മ. ഞങ്ങളുടെ ഉയർച്ചകളിലും താഴ്ചകളിലും കഷ്ടപ്പാടിലും സന്തോഷങ്ങളിലും എല്ലാത്തിലും പങ്കുചേർന്നിട്ടുണ്ട്. ആ ടീച്ചറമ്മ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇതൊരു പുതിയ അധ്യായത്തിലേക്കുള്ള തുടക്കമാണ്. അമ്മയ്ക്ക് ഒരിക്കലും തന്നെ ഡ്യൂട്ടീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിലും വലിയ ഡ്യൂട്ടീസ് ഞാനിവിടെ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിനിപ്പോൾ 6 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ തന്നെയാണ് ഇങ്ങനെ കുഞ്ഞിനെ സംരക്ഷിക്കുക. മാത്രമല്ല ശരിക്കും ഒരു മുളം തണ്ടിലോടൊഴുകി വന്നു ആയിരപ്പൂവായി വിരിഞ്ഞു, 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ കുളിർ പോയി നെറുകയിൽ അരുമയായി കുടഞ്ഞതായി ഉരുമിന്നാമിനുങ്ങിന്റെ വെട്ടം കിളിവാതിൽ പഴുതിലോടൊഴുകി വന്നു ആരാരുമറിയാത്തോരാത്മാവിൻ തുളിപ്പൂ പോലാനോവിനെ തൊട്ടുണർത്തി കുറുകുടന്ന നിലാവിൻ്റെ കുളിരുപോയി നെറുകയിൽ അരുമയായി കുടഞ്ഞതായോ. ഒരിക്കൽ കൂടെ രണ്ടാമതിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും അമ്മയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. I hope you are happy. Amma teaching area was a passion for you. Teaching area started when I was not even born. Amma actually ഒരുപാട് പേർക്ക് റോൾ മോഡലായിരുന്നു, ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തു. പിന്നെ നമുക്ക് പോലും നമ്മുടെ ലൈഫിലാണെങ്കിൽ അമ്മയുടെ ലൈഫ് നമ്മുടെ വലിയൊരു ഇൻസ്പിറേഷനാണ്. And Amma is too kind-hearted to be a mistress. ഭയങ്കര കുറേ ups and downs ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. പട്ടപ്പടയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തു, എല്ലാത്തിനെയും തരണം ചെയ്തു, മുമ്പോട്ട് പോയിരുന്നു. ഉണ്ടല്ലോ നമ്മുടെ ലൈഫ്, നമ്മുടെ കരിയറിന്റെ ലൈഫല്ല, ആക്ച്വലി ഇറ്റ്സ് സിംഗിൾ ചാപ്റ്റർ. ഇങ്ങനെയാണ് നമ്മളെ കാണുന്നത്. ഇനി അവർക്ക് ഒരു റിലാക്സ്ഡ് ലൈഫാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ പാഷൻ ഫോളോ ചെയ്യണം. അമ്മ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി ഇത്രയും നാൾ ഓടിയതൊക്കെ ഇനി കുറച്ച് റിലാക്സ്ഡ് ലൈഫ് വേണം അമ്മയ്ക്ക്. ഇപ്പോൾ അമ്മ പണ്ട് ഞാൻ നമ്മൾ 12th താമസിച്ചിട്ടുണ്ട്. അമ്മ SC സ്കൂളിൽ പഠിച്ചിട്ടുള്ള സമയത്ത് രാവിലെ 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് സ്കൂളിൽ അമ്മ വീട്ടിലെ പണിയെല്ലാം ചെയ്തു നമുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കും, ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എനിക്ക് ചേച്ചി റൈസാണെങ്കിലും സ്കൂളിൽ പോകുമായിരുന്നു. അങ്ങനെ രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് ട്രെയിൻ 6 മണിക്ക് മിസ്സാവും വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. I know it was a lot of effort, a lot of effort in it, but you did a really good job. നമ്മുടെ ടീച്ചിങ് ഏരിയയും നമ്മുടെ പേരൻറ്റിങ്ങും ഒക്കെ നമുക്ക് ലൈഫിലൂടെ ഇൻസ്പിറേഷൻ ആയിരിക്കും. നമുക്ക് ആകെയുള്ള വിഷമം എന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ അവിടെ അമ്മയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആകെയുള്ള വിഷമം. I hope you are happy. You have to stay happy for us. We really love you, Amma. We really love you. Stay healthy. Stay healthy. ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിന് സെന്റ് ഫിലോമിനാസ് കുടുംബത്തിന്റെ പ്രാർത്ഥനാശംസകൾ. കോട്ടയം വെസ്റ്റിലെ ബെസ്റ്റിൽ ബെസ്റ്റ് കൗമാര കന്യകമാർക്ക് ആത്മഗേഹം. CMC പുണ്യാശ്രമത്തിൻ്റെ മുറ്റത്ത് മൂല്യം വിളഞ്ഞിടും മൂല്യവാടി. ഞാനും സ്മരിച്ചു വരുമ്പോൾ മനസ്സിൽ സ്കൂൾ ഡേയുടെ സന്തോഷവും ടീച്ചറിനോട് പിരിയാനുള്ള വേദനയുമുള്ള ഒരു സദസ്സാണ് എൻ്റെ ചങ്ങനാശ്ശേരിയിലുണ്ട്. ഞങ്ങൾ ഒത്തിരി പേരോട് ബസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവർ കൊടുത്ത ബസ്സിന്റെ തന്ത്രം നമ്മുടെ സ്കൂളുകളിലേക്ക് ഒന്ന് പടർത്തണമേ എന്നൊരു പ്രാർത്ഥനയാണ്. സാറിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, ആ തുറമുഖ ഉദ്ഘാടന സമയത്ത്. അങ്ങനെ അധികം പ്രസംഗമൊന്നും കേൾക്കത്തില്ല, പക്ഷെ ഞാൻ യൂട്യൂബിൽ കേട്ട് എത്ര കാര്യഗൗരവമായി
എത്ര ചിട്ടയോടുകൂടി. അപ്പം ഞാൻ ഓർക്കും നമ്മുടെ വാസവൻ സാറ് ഇത്ര നമുക്ക് അഭിമാനിക്കാവുന്ന സാറ്. അപ്പോൾ സാറിനെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് തന്നെ ചാവറ പിതാവിനെ നേരിട്ട് കാണുന്ന പോലെയാണ് ഈ സദസ്സിലൊക്കെ വന്ന്. അപ്പം ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളിനെ കുറിച്ച് അച്ഛൻ പറയുമായിരിക്കും, അതിലൂടെ ഞാൻ പറയാം. ഞങ്ങളുടെ മനോജസിൽ എന്തേറെ കഷ്ടപ്പെട്ട് ഈ നിന്ന് പങ്കാളികളാകാം. മഹത്തായ സംഭാവനകളെ എല്ലാ അർത്ഥത്തിലും അനുമോദിക്കുന്ന ഒരു ചടങ്ങായി ഈ സമ്മേളനം മാറിത്തീരണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ. അതാണ് ശരി. ഇപ്പോൾ ടീച്ചറെ യാത്രയെന്ന് പറയുമ്പോൾ ടീച്ചർക്കും ഏതാണ്ട് ഞാൻ വലിയ പ്രായമായിട്ട് തോന്നലുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ടീച്ചറെ ഇപ്പോൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്. ടീച്ചർ പെൻഷനായെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി ആരും വിശ്വസിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നിങ്ങൾ പറ. ഇവിടെ വലിയൊരു സംസ്കാരം പരിവപ്പെടുന്നു ഈ കലാലയ അന്തരീക്ഷത്തിൽ നിന്ന്. ഇതിൻ്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേറ്റങ്ങളും തന്ത്രമായൂര പിഞ്ചിയാരാധന തന്ത്രമല്ലതിൻ സംസ്കാര മണ്ഡലം എന്ന് വൈരാപ്പാടിയതുപോലെ തന്ത്രവും തന്ത്രവും ഒന്നുമല്ല. കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും സേവന സന്നദ്ധതയുടെയും പ്രതീകമായി ഈ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റും പിറ്റിയും ടീമായി നീങ്ങുക നല്ല രൂപത്തിലുള്ള പ്രയത്നത്തിന്റെ നേതൃത്വത്താണ് ഈ വിജയഗാഥയുമായി ഈ ചൈത്രയാത്രയുമായി ഈ സ്കൂൾ അനുസ്യൂതം മുന്നോട്ട് പോകുന്നത്. അതിനിയും തുടരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. നാളുകളിൽ ഈ കലാലയത്തിന് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുമ്പോൾ ടീച്ചർ ആദ്യമായി ഇന്നിരുന്നത് പോലെ എൻ്റെ അരികിൽ വന്നിരുന്ന ഷെബീൽ ആദ്യം സൂചിപ്പിച്ചത് ഞങ്ങൾക്കൊരു സ്കൂൾ ബസ് ഉണ്ടാക്കാൻ സൗകര്യം തരാമോ എന്നായിരുന്നു. വളരെ വിനയപൂർവ്വമായി ടീച്ചറുടെ ചോദ്യം കേട്ടാൽ അത് കൊടുക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് ആ ടീച്ചറുടെ അഭ്യർത്ഥനയുടെ അന്തസ്സത്ത എന്ന് ഞാൻ പറയട്ടെ. അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് പ്രഖ്യാപിച്ചു, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്കൂളിൽ ബസ് തന്നിരിക്കും. ഇടപെട്ട് ആ ലക്ഷ്യസാക്ഷാത്കാരത്തിൽ എത്തുന്നത് വരെ തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേ ഇരുന്ന് മുന്നോട്ട് പോകുന്ന ശിശു തന്റെ കുട്ടികളെല്ലാം തന്റെ കുടുംബത്തിലെ കുട്ടികളാണ് എന്ന ബോധത്തിൽ ഊന്നി ഈ കലാലയത്തെ നയിച്ചു. ഈ കലാലയത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭാവനയിലും ധാരണയിലും അച്ചടക്കത്തോടെയും മുന്നോട്ട് നയിച്ച ടീച്ചർക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനവും അതുപോലെ തന്നെ അനുമോദന സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നോട് ചോദിക്കും. ഞാൻ പൊതുവെ നിങ്ങളെല്ലാം കൂടെ പരിശ്രമിച്ച നിയമത്തിലൊക്കെ മാറ്റം വരുത്തി ഞങ്ങൾ കൂടി ഇതൊക്കെ തരണം എന്ന് പറയും. Thank you, Father, for Shivananda for a wonderful song. ബഹുമാനപ്പെട്ട വാസവൻ സാറ്, അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തിയ അമ്മക്കാരുടെ മനോജ് കർഗീലച്ചൻ എന്നിവർ ഇവിടെ നിന്ന് പോവുകയാണ്. നമുക്ക് കുട്ടികളാണ് എന്നും പറയാനിടയാവണം. എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് പോയാലും ഏത് ജോലി സമ്പാദിച്ചാലും 2023-24 Thank you.
Al-Shifa Shafi from Standard 7. First we like music at Manoj. Scholarship in the കഴിഞ്ഞ വർഷത്തെ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇസാഖുവിന്റെ സിസ്റ്റർ ആൻഡ് സിസ്റ്ററിന്റെ ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചതാണ്. അതിൻ്റെതായ സ്നേഹവും കരുതലും നിറഞ്ഞ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ഞാൻ ഈ വിദ്യാലയത്തിന്റെ പടി ഇറങ്ങുകയാണ്. ഇവിടുത്തെ എനിക്ക് ഇതിന് വേദിയായ ഈ സ്കൂള് ഭാവിയിൽ കേരളത്തിലുടനീളം അറിയപ്പെടുന്ന നല്ല സ്കൂളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ പ്രിയ കുഞ്ഞുങ്ങള്, പ്രിയ മാതാപിതാക്കള്, പ്രിയ അധ്യാപകര്, ഇവിടെ വേദിയിൽ ഞാൻ ക്ഷണിച്ചു വന്നിരിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. വളരെ സന്തോഷമുണ്ട്. അടുത്ത സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന ഹെഡ് മാസ്റ്റർമാര്, ടീച്ചേഴ്സ്,
ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ടീച്ചേഴ്സ്, അതുപോലെ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ്, അതിൽ ലാർജ സാറിന്റെ പേര് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്കൂൾ ബസ്സിന്റെ ആദ്യ ചുവടുവയ്പ് ഞാനും ജോസി ടീച്ചറും ലാർജ സാറുമായിട്ടായിരുന്നു. ഇന്ന് അത് ഭംഗിയായി കലാശിച്ചു. നല്ലൊരു സ്കൂൾ ബസ് കിട്ടി. അതുപോലെ ഇപ്പം PTA-ക്കാരോട് ഒരു നന്ദിയും കൂടി. കഴിഞ്ഞ വർഷം PTA എല്ലാവരും കൂടി ചേർന്ന് ഒരു 4 ലക്ഷം രൂപ എല്ലാവരും കൂടി പിരിച്ചെടുത്തു. ടീച്ചേഴ്സും PTA-ക്കാരും കൂടി പിരിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്ര ഭംഗിയായിട്ട് ഈ സ്കൂൾ മുറ്റം, വളരെ മനോഹരമായ സ്കൂൾ മുറ്റം ഇന്ന് കാണുന്നത്. നമ്മൾ തറയിലൊക്കെ കഴിഞ്ഞ വർഷത്തെ PTA-ക്കാരുടെ കൂടെയുള്ള പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ്. ഞാൻ സൂചിപ്പിച്ചത് ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ അടുത്ത വർഷം പ്രോഗ്രാം ആക്കും. എല്ലാവരെയും കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ എനിക്ക് സന്തോഷവുമായിരുന്നു. റാണി ടീച്ചർ തന്റെ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ഇവിടെ പല പ്രാവശ്യം പറയുകയുണ്ടായി. 30 വർഷത്തെ നിശബ്ദ സേവനത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്, ഞാൻ കണ്ടതുമാണ്. വളരെ കൃത്യമായി തന്റെ അധ്യാപന ജോലി നിർവഹിച്ച ഒരു ടീച്ചറായിട്ടാണ് ഞാൻ അന്ന് റാണി ടീച്ചറെ വീക്ഷിച്ചിരുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നു റാണി ടീച്ചർ ഇരുന്നിരുന്ന ആ കസേരയും മേശയുമൊക്കെ. ക്ലാസ്സിൽ പോകും, തിരിച്ചു വന്ന് നോട്ട്ബുക്കുകളൊക്കെ നോക്കി വളരെ നിശബ്ദമായി തന്നെ, എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു റാണി ടീച്ചറിനെയാണ് എൻ്റെ ഓർമ്മയിൽ അന്നുണ്ടത്. അന്നത്തെ റാണി ടീച്ചർ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ഇന്ന് ആർപ്പൂക്കര സെന്റ് ഫിലോമിന സ്കൂളിലെ സാരഥിയായ നിയമിതയായ ശേഷം റാണി ടീച്ചർ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച് ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ പടികൾ ഇറങ്ങുവാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെയധികം കേട്ടു. ടീച്ചറിൻ്റെ സാരഥ്യം വഴി, ടീച്ചറിൻ്റെ നേതൃത്വം വഴി ഈ സ്കൂളിന് കൈവരിച്ച നേട്ടങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തു. Meritorious students in Standard 8 and Kucherikadil Memorial Scholarship donated by Sri Devi Edugam, former Standard goes to Tessa John. Saptari Smarga Scholarship awarded by Sri Devi Edugam Memorial Scholarship donated by her parents, Mr. and Mrs. Varghese Balanayan, and from UP classes. Memorial Scholarship donated by Shama Pila for the student who second first in standard term goes to Tessa John, donated by Sri Lalish PJ, and then donated by Srimati Sushma. Plus score goes to Neha J. Scholarship with the Challenge. Can be Abhina Mano. 8A Biju. 7C Malavika Malle. Shreya Anil. 2024-25 അധ്യയനം ചെയ്യുന്നത് ക്ലാസ് 10 യോന ജോസഫ് PH. Moral Angel Bijoy Priya Jomon. Class 6 Class 5 Religion. Now അധ്യാപകരും രക്ഷകർത്താക്കളും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇനി ഞാനൊരു വാക്കോടെ പറയാണ്, അതൊരു പ്രവാചക ശബ്ദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ടീച്ചറിന് ഇങ്ങനൊരു ബസ് വാങ്ങിച്ചെടുക്കാൻ വാസവൻ സാറുമൊക്കെയായിട്ടുള്ള ബന്ധവും അതൊക്കെ ഭാവിയിൽ ടീച്ചറിനെ കേരള രാഷ്ട്രീയത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വരെ ആകാനുള്ള യോഗം ടീച്ചറിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഹൈസ്കൂൾ എന്ന കലാലയത്തിന്റെ 76ാമത് വാർഷിക ആഘോഷവും നമ്മുടെ വിദ്യാലയത്തിലെ റാണി ടീച്ചറുടെ നമ്മുടെ വാർഷിക ആഘോഷ പരിപാടി അതിന്റെ സമാപനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വാർഷിക ആഘോഷത്തിൽ എത്തിച്ചേർന്നിരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും